അമ്മേ, അമ്മേ. എന്താ മാളു, എന്തിനിങ്ങനെ വിളിച്ചു പോകുന്നത്? അമ്മേ, എനിക്കൊരു കാര്യം അറിയണം. എന്താ? എന്തു പറ്റി? എന്താ നിനക്ക് അറിയേണ്ടത്? അമ്മേ, VP അങ്കിളും ഗീത ആന്റി ഇവിടെ വിട്ട് പോവാണോ? ആവോ, എനിക്കറിയില്ല. നിന്നോട് ഇതാരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അറിഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് പറഞ്ഞാ മതി. സത്യം മാളു ഞാനീ പറയുന്നേ. നീ ഇപ്പൊ പറയുമ്പോഴാ ഞാനിത് കേൾക്കുന്നത് തന്നെ. അല്ല, അവരെന്തിനാ ഇവിടം വിട്ടു പോകുന്നത്? അതാ എനിക്കും അറിയേണ്ടത്, അവരെന്തിനാ ഇവിടം വിട്ടു പോകുന്നേന്ന്. നീ ഇങ്ങനെ കാടും പടലും തല്ലാതെ കാര്യം എന്താന്ന് വ്യക്തമായിട്ട് പറ. നിന്നോട് ഇതാരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അറിഞ്ഞ കാര്യം അപ്പൂനെയും കൂട്ടി VP അങ്കിളും ഗീത ആന്റിയും ഇവിടം വിട്ട് പോകാൻ ഒരുങ്ങുന്നു. ഇവിടം വിട്ട് എങ്ങോട്ട് പോവാനാ? അതൊന്നും തീരുമാനിച്ചില്ല. പക്ഷെ VP അങ്കിൾ ആ വീട് വിൽക്കാൻ പോവാണെന്ന് ഞാൻ അറിഞ്ഞു. അത് സത്യമാ. എന്റെ മാളു, നിന്നോട് ഇത് ആരാ പറഞ്ഞേന്ന് പറ. അതെന്തിനാ അമ്മ അറിയുന്നത്? അങ്ങനെ ഒരു തീരുമാനം VP അങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ കാരണക്കാര് നമ്മൾ തന്നെയാ. നമ്മളോ? നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ എന്ത് ചെയ്തിട്ടാ അവര് വീട് വിൽക്കാനും പോവാനും ഒക്കെ ഒരുങ്ങുന്നത്? അമ്മേ, ചുമ്മാതെ കണ്ണടച്ചിട്ടാക്കല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ കൂടി അവരെ ഇൻസൾട്ട് ചെയ്തിട്ടാ VP അങ്കിൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താന്നാ ഞാൻ അറിഞ്ഞത്. ഓഹോ, അത് ശരി. അപ്പൊ ആ കുറ്റം ഇവിടെയുള്ളവരുടെ തലയിലായോ? എന്റെ മാളു, ഇവിടെയുള്ളവരാരും അവരെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരാരും നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് അച്ഛൻ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിനവരുടെ വീടും വസ്തുവും വിറ്റു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും ഒക്കെ എങ്ങനെ അവരോട് റിയാക്ട് ചെയ്തെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, അമ്മ അവരിവിടം വിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാനും ഈ വീട്ടിൽ നിൽക്കില്ല. എന്താ എന്താ നീ പറഞ്ഞേ? മാളു, ഒരുപാട് നീ അങ്ങ് സ്മാർട്ട് ആവല്ലേ. നീ എത്ര ചാടിയാലും കൈയും കാലും പിടിച്ച് കെട്ടിയിടാൻ ഇവിടെയുള്ളവർക്ക് അറിയാൻ വേണ്ടല്ല, പറഞ്ഞേക്കാം. പിന്നെ അവര് സ്വന്തം വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചതിന് ഇവിടെയുള്ളവർ എന്ത് പഴച്ചുന്നാ? VP ഏട്ടനെയും ഗീതേച്ചിയുടെയും പേരിലുള്ള പ്രോപ്പർട്ടിയാ. അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് വേണ്ടെന്നും വേണോന്നൊക്കെ പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അമ്മ വെറുതെ മുട്ടപ്പോക്ക് പറയണ്ട. എന്തുകൊണ്ട് അവരിവിടം വിടാൻ ആലോചിക്കുന്നു എന്നുള്ള കാരണം എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. സത്യമായിട്ട് മാളു, എനിക്ക് അതിനെപ്പറ്റി ഒരു മനസ്സറിവുമില്ല. അച്ഛൻ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടും ഉണ്ടാവില്ല. വല്ലവരും പറയുന്നത് കേട്ട് നീ എന്തിനാ ഞങ്ങളോട് വഴക്കിന് വരുന്നത്? വല്ലവരും അല്ല, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവർ തന്നെയാ എന്നോടത് പറഞ്ഞത്. ആര്? അപ്പുവാണോ? നിന്നോടാ ചോദിച്ചത്. അപ്പുവാണോ നിന്നോടിത് പറഞ്ഞേന്ന്? അതറിഞ്ഞിട്ടിപ്പോ അമ്മയ്ക്ക് എന്തിനാ? പക്ഷെ ഞാൻ പറഞ്ഞ സത്യമാ. എങ്കിൽ ഞാൻ പറഞ്ഞോ സത്യമാ. അതേക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, അറിയാനൊട്ട് താല്പര്യവുമില്ല. ദേ അമ്മേ, അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, അവരെ ഇവിടുന്ന് നാട് കടത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ഞാൻ ആ ദുഷ്ടത്തരത്തിന് കൂട്ടു നിൽക്കില്ല. അറിഞ്ഞോ അറിയാതെയോ അച്ഛന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയായിട്ട് പറഞ്ഞത് തിരുത്തണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആരും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാന്ന് കരുതണ്ട. എന്താടോ, എന്താ ഇത്ര കാര്യമായിട്ടൊരു ആലോചന? ഞാൻ ഡെയ്സിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. പാവം, ജോബിനെയും മാളുവിനെയും പിരിഞ്ഞിരിക്കുന്നതിൽ നല്ല സങ്കടമുണ്ട് ഡെയ്സിക്ക്. അവര് തമ്മിൽ ഇനി ഒരുമിക്കാൻ സാധ്യതയില്ലെന്നുള്ള ടെൻഷനാ ഡെയ്സിയെ ഇത്രയും തളർത്തി കളഞ്ഞത്. അതിനിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഗീത? കാര്യങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചത് ഡെയ്സി തന്നെയല്ലേ. അപ്പൊ പിന്നെ അതിന്റെ വരും വരായികൾ സ്വയം അനുഭവിക്കുക, അത്ര തന്നെ. പക്ഷെ VP, ഇപ്പോഴും ഒരു കാര്യത്തില് ഡെയ്സിയെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. എടുത്ത തീരുമാനം തെറ്റായി പോയി എന്നുള്ള തോന്നൽ ഡെയ്സിക്കില്ല. ജോബിനോട് ക്ഷമിക്കേണ്ടത് താനല്ല, മാളു എന്നാ ഇപ്പോഴും ഡെയ്സിയുടെ നിലപാട്. അതൊക്കെ ഒരു വാദത്തിന് വേണ്ടി പറയാവുന്നേ ഉള്ളൂ. ഡെയ്സി അലക്സും ജീവിതത്തിൽ കൃത്യമായ ചില നിലപാടുകൾ പുലർത്തിപ്പോകുന്ന മനുഷ്യരായിരുന്നിരിക്കാം. പക്ഷേ അതേ രീതിയും നിലപാടുകളും തൻ്റെ മക്കളും പിന്തുടരണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ? നമുക്കങ്ങനെ ആഗ്രഹിക്കാന്നേ ഉള്ളൂ, ആവശ്യപ്പെടാൻ പറ്റില്ല. അതും പുതിയ ജനറേഷനോട്. ആവേശത്തിന് പുറത്ത് ഒരു തീരുമാനമോ ശബ്ദമോ എടുക്കുന്നതിന് മുമ്പ് തൻ്റെ നിലപാട് കൊണ്ട് ഗുണമാണോ അതോ അതിനേക്കാൾ ഉപരി ദോഷമാണോ സംഭവിക്കാൻ പോകുന്നതെന്ന്
മനസ്സിരുത്തി ഡേയ്സി ഒന്ന് ആലോചിക്കണമായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അങ്ങോട്ട് എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഡേയ്സിക്ക് ഇപ്പം അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദുരഭിമാനം വെടിഞ്ഞ് മോനുമായിട്ടൊരു കോംപ്രമൈസിൽ എത്തുക എന്നുള്ളതാണ് ഡേയ്സി ആദ്യം ചെയ്യേണ്ടത്. അതിന് തയ്യാറുണ്ടെങ്കിൽ ഇപ്പോഴും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളൊരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അത് നടന്നു കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ആവുകയും ചെയ്യുമായിരുന്നു, അല്ലേ വി പി? എന്താ സംശയം? നമുക്ക് നമ്മുടെ ഈ വീടും വിറ്റുപറക്കി എങ്ങോട്ടും നാട് വിട്ട് പോകേണ്ടിയും വരില്ലായിരുന്നു. പക്ഷേ ഒക്കെ ഡേയ്സി കൂടി മനസ്സ് വെക്കണം. ഇനിയിപ്പോ ഡേയ്സി വിചാരിച്ചാൽ കൂടി കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച നിലയിലേക്ക് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ? അല്ല, ജോബിനെതിരെയുള്ള ആരോപണത്തിൽ അലീന ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം മാളു ഒരു കോംപ്രമൈസിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു അലിഗേഷൻ മാത്രമാണെങ്കിൽ, ഐ മീൻ ജോബിനെതിരെ അലീന ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമാണ് ഈ പ്രഗ്നൻസി എങ്കിൽ അതിനുള്ള ധൈര്യം കാണിച്ച് അത് നിഷേധിക്കാനുള്ള ചുമതല ജോബിനുണ്ട്. അയാൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ മാളുവിനെ ഈസിയായി നമ്മുടെ വഴിക്ക് കൊണ്ടുവരാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴി, ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറയുന്ന പോലെ അലീനെ കൊണ്ട് തന്നെ ഇതൊരു കള്ളക്കഥയാണെന്ന് ഏറ്റു പറയിപ്പിക്കുക. പക്ഷേ പൂച്ചക്കാര് മണികെട്ടെന്ന് പറയുന്ന പോലെ ആരാ ദൗത്യം ഏറ്റെടുക്കും? ഇനി ആരെങ്കിലും ആ റിസ്ക് എടുക്കാൻ തയ്യാറായ തന്നെ അലീനയെ കൊണ്ട് അത്ര പെട്ടെന്ന് സത്യം പറയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വെറുതെ അല്ല മാളു ഇവിടെ വന്ന് ഇത്രയും ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ അപ്പോഴേ ആലോചിക്കുകയും ചെയ്തു അവക്ക് എവിടുന്ന് ഈ വിവരം കിട്ടിയെന്ന്. അല്ല, മാളു ഇതിനെപ്പറ്റി നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? അതേന്നേ, പുറത്തു പോയിട്ട് ഇവിടെ വന്ന് അവൾ എന്നോട് കുറേ ദേഷ്യപ്പെട്ടു. ബിപേട്ടനും ഗീതേച്ചിയും ഇവിടുന്ന് മാറാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞിട്ടാണെന്നൊക്കെ ചോദിച്ചു. അല്ല, ആ കാര്യം മാളു എങ്ങനെ അറിഞ്ഞു? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ മാളു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ അന്തം വിട്ടുപോയി. ബിപേട്ടനോടും ഗീതേച്ചിയോടും ഇവിടുന്ന് മാറണം നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ആരും പറയാതെ തന്നെ BP അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാ. പക്ഷെ നമ്മളാണല്ലോ അതിലെ കാരണക്കാരെന്ന് ആലോചിക്കുമ്പോ എന്തോ വല്ലാത്തൊരു കുറ്റബോധം. ഒരിക്കൽ അപ്പു കാരണം നമ്മളും ഇതേക്കുറിച്ച് ആലോചിച്ചതാ. ആലോചിച്ചത് മാത്രമല്ല, പത്രത്തിൽ പരസ്യം വരെ കൊടുത്തില്ലേ? അന്ന് VPയാ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പക്ഷെ ഇപ്പോ BP അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പാവം ഗീതേച്ചിയും വിപിയേട്ടനും ഒരുപാട് ആഗ്രഹിച്ചു വെച്ച വീടായിരുന്നു അത്. പെട്ടെന്ന് അതൊക്കെ നഷ്ടപ്പെടുമെന്ന് പറയുമ്പോ അതും നമ്മുടെ മോള് കാരണം. ആർക്കും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഒറ്റ വഴിയുള്ള അശ്വതി. പക്ഷെ അതിന് മനസ്സ് വെക്കേണ്ടത് മാളുവാ. മാളു ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും. പക്ഷെ അതൊന്നും പറഞ്ഞ് അവളുടെ തലേ കയറില്ലല്ലോ. ഇനിയിപ്പോ ആരെയും പഴിച്ചിട്ട് സഹതപിച്ചിട്ടൊന്നും കാര്യമില്ല മുരളിയേട്ടാ. മുരളിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തില് ഒരു ജീവിതം മാളൂന് ഉണ്ടാവരുത്. അതിനാണ് ഇമ്പോർട്ടൻസ്. അതിന്റെ പേരില് എന്ത് വേണമെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇനിയിപ്പോ നമ്മളായിട്ട് ഇവിടുന്ന് മാറണമെങ്കിൽ അതിനു പോലും. എന്നാലും അപ്പും മാളും തമ്മി അർഹിക്കാത്തൊരു ജീവിതം ഉണ്ടാവരുത്. അല്ല, മാറുന്ന കാര്യം ഒരു ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ആലോചന കാര്യമായിട്ടുണ്ടെന്നാ BP പറഞ്ഞത്. മുരളിയേട്ടൻ സമാധാനിക്ക്. ചിലപ്പോ അതിനൊരു അവസരം ഈശ്വരനായിട്ടുണ്ടാകില്ലായിരിക്കും. അതിനു മുമ്പ് ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മാളു. മാളു വീട്ടിൽ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്? പേടിക്കണ്ട, ഞാൻ ഇവിടേക്ക് വന്നതെന്ന് എന്റെ വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനാ മാളു വന്നത്? അപ്പുനെ കാണാനാണെങ്കിൽ? അല്ല, ഞാൻ അപ്പുനെ കാണാൻ വന്നതല്ല.
എനിക്ക് സംസാരിക്കാനുള്ളത് അങ്കിളിനോടും ആന്റിയോടും. വന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ തിരിച്ചു പോവുകയും ചെയ്യും. എന്നെ അപ്പൂനെ പേടിച്ച് അങ്കിൾ ഈ വീടും പ്രോപ്പർട്ടിയും വിറ്റ് വേറെ എങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞു. സത്യമാണോ? മാളുവിനോട് ആരാ പറഞ്ഞു? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അറിഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ആലോചന ഉണ്ട്. എന്നാൽ ഇനി അങ്ങനെ ഒരു ആലോചന വേണ്ട. നിങ്ങളിവിടം വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. അങ്കിൾ പ്ലീസ്, ഞാനും അപ്പവും നിങ്ങൾക്ക് നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന ഒരു തീരുമാനം എടുക്കില്ല. അതിന്റെ പേരില് നിങ്ങൾ ഇവിടം വിട്ട് എങ്ങും പോവാൻ ചെയ്യരുത്. ആ ഉറപ്പ് എനിക്ക് നിങ്ങൾ തരണം. അല്ല മാളു, ഞങ്ങൾ ഇവിടുന്ന് മാറുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മാറുന്നതുകൊണ്ടോ അപ്പൂനെ എന്നിൽ നിന്ന് അകറ്റുന്നതുകൊണ്ടോ എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം ആവാൻ പോകുന്നില്ല. എന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അതിന് ഞാൻ തന്നെ മനസ്സ് വെക്കണം. ദാ ഇപ്പൊ രണ്ടുപേരോടും കൂടി ഞാൻ പറയാം, എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എനിക്കറിയാം. ഞാനത് ചെയ്യും. ഇപ്പോഴും ഞാൻ പറയുന്നു, അതിന്റെ പേരില് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും നഷ്ടപ്പെടാൻ ഇടയാവരുത്. പ്ലീസ് അങ്കിൾ, എനിക്ക് വാക്ക് തരണം. അങ്കിളിന് എന്നെ വിശ്വാസമില്ലേ? ശരി, ഒരു കാര്യം കൂടി. നിങ്ങൾ ഇവിടുന്ന് പോവില്ല എന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാ. പോരെ? ആന്റി, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. മാളുവാ പറയുന്നത്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം മാളു എങ്ങനെ അറിഞ്ഞു? ചിലപ്പോ മുരളി പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ മുരളിയോട് ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. ശേ, അത് വേണ്ടായിരുന്നു. ഇനി അതിന്റെ പേരില് മാളു എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം? മാളുവിനോട് ഇക്കാര്യം പറയരുതെന്ന് ഞാൻ മുരളിയോട് പ്രത്യേകം പറഞ്ഞതാക്കിയതാ. അയാൾ എന്തൊക്കെ മണ്ടത്തരങ്ങളായി കാണിച്ചു കൂട്ടുന്നത്. ഹലോ, ഡോക്ടർ അലീന ഹിയർ. ഡോക്ടർ, ഞാൻ അപ്പുവാ. അപ്പു? ഓ അപ്പു, മാളവികയുടെ ഫ്രണ്ട് അപ്പു. എന്താ അപ്പു രാവിലെ തന്നെ? എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമല്ലോ. എന്നെയോ? എന്താ കാര്യം? കാര്യം ഞാൻ നേരിട്ട് പറയാം, അതല്ലേ നല്ലത്. എപ്പോഴാണ് ഡോക്ടർ ഒന്ന് ഫ്രീ ആവുക? ഇന്ന് OP ഉള്ള ഡേ ആണല്ലോ. ഒരു കാര്യം ചെയ്യ്, അപ്പു ഒരു 12 o'clock കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ. എന്റെ ഹോസ്പിറ്റൽ അറിയാലോ അല്ലേ? അറിയാം. അപ്പോ എന്റെ ക്യാബിനിൽ വെച്ച് നമുക്ക് നേരിട്ട് കാണാം. എന്താ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് നേരിട്ട് കാണാം. എന്താ അപ്പു? ഓക്കെ, ഡോക്ടറുടെ ഇഷ്ടം. നോ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോ ആദ്യം എന്റെ ക്യാബിനിലേക്ക് വാ. അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം, മീറ്റിംഗ് പുറത്ത് വെച്ച് വേണോ അതോ ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ മതിയോന്ന്. എന്താ? ശരി, ഞാൻ ഹോസ്പിറ്റലിൽ എത്താം. ഓക്കെ. എന്താ അലീനയുടെ ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് മാളവികയ്ക്ക് തോന്നുന്നുണ്ടോ? പറയൂ മാളവിക, ഇത് വിശ്വസിക്കണോ അതോ തള്ളിക്കളയണോ? എന്താണിപ്പോ മാളവികയ്ക്ക് തോന്നുന്നത്? അത് ഡോക്ടർ അലീനയുടെ ഒരു ആരോപണം മാത്രമാണെന്ന് മാഡത്തിന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? അങ്ങനെ ചോദിച്ചാൽ ഡോക്ടർ അലീനയുടെ സ്വഭാവം ഏറെക്കുറെ എനിക്ക് അറിയാവുന്നതുകൊണ്ട്. സ്വന്തം വാശി ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു മനസ്സാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളക്കഥയാണെന്ന് 100% ഉറപ്പിച്ച് ഞാൻ പറയും. ഇപ്പൊ ഇങ്ങനൊരു അലിഗേഷൻ വന്നാ അത് മാളവികയെയും തന്റെ പാരന്റ്സിനെയും കൂടുതൽ അപ്സെറ്റ് ആക്കുമെന്നും മറുത്തൊന്നും ചിന്തിക്കാതെ എത്രയും വേഗം ഡിവോഴ്സ് പ്രൊസീജിയർ എളുപ്പത്തിലാക്കുമെന്നും അലീനയ്ക്കറിയാം. അതിനുവേണ്ടി അവര് മെനഞ്ഞെടുത്ത ഒരു തന്ത്രം മാത്രമാണിത്. അത് മാഡത്തിന്റെ വേർഷനാ. പക്ഷേ ഇതൊരു ആരോപണം മാത്രമല്ലെന്നും സത്യമാണെന്നും അലീനയ്ക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാലോ? നോവേ, ഇങ്ങനൊരു ആരോപണവുമായി മുന്നോട്ട് പോയാൽ അവര് കൺസീവ് അല്ലെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റിയേക്കും, വിത്ത് സോളിഡ് മെഡിക്കൽ എവിഡൻസ്. സോറി മാഡം, വൈദ്യപരിശോധനയിലൂടെ നിങ്ങൾക്ക് അവര് പ്രഗ്നന്റ് അല്ലെന്നല്ലേ കോടതി സ്ഥാപിക്കാൻ പറ്റൂ.
യാ ഷുവർ. പക്ഷേ അവര് തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ ചില സാഹചര്യങ്ങൾ എന്റെ മുന്നിലും ഉണ്ടായിട്ടുണ്ട്. സോ അവര് കൺസീവ്ഡ് ആണെങ്കിലോ അല്ലെങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം അവര് തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് ജീവിച്ചവരാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകൾ എന്റെ മുന്നിലുണ്ട്. അതും മാളവികയെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത സീനാണെങ്കിലോ? നോ മാഡം, സത്യം എന്താണെന്ന് എന്നെ ബോധിപ്പിക്കാൻ ഈശ്വരനായിട്ട് നൽകിയൊരു അവസരമായിരുന്നു. ഓക്കെ, മാളവികയുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ അലീനയുടെ ഈ അവകാശവാദം കള്ളമാണെന്ന് തെളിയിക്കേണ്ടത് ഇപ്പൊ എന്റെ കൂടി ആവശ്യമാണ്. അതുപോട്ടെ, അപ്പൊ മാളവികയോട് വല്ലതും സൂചിപ്പിച്ചോ? ഇല്ല. എന്താ മാഡം ചോദിച്ചത്? അല്ല, ഇന്നപ്പോ അലീനയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തമ്മിൽ കാണണമെന്ന് പറഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാവും. അവര് സംസാരിക്കട്ടെ. ഓക്കെ മാഡം, ഞാൻ ഇറങ്ങുക. ശരി, അപ്പോ ഞാൻ വിളിക്കാം. ശരി. എന്താ അമ്മച്ചി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലേ? ഓ, നിന്നെ മനസ്സിലാവണ്ടിരിക്കാൻ എന്നെ കണ്ടിൽ എന്നാ തിമിര വന്നു? വന്നത് നീ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയതാ. അല്ല, നീ ഇങ്ങോട്ടേക്ക് തന്നെയാണോ വന്നത്? അതോ വീട് വല്ലത് മാറി കയറിയതാന്നോ? എന്നാത്തിനാ വന്നേ? ഇവിടെയുള്ളവരൊക്കെ ചത്തോ അതോ ജീവനോടെ ഉണ്ടോന്ന് അറിയാൻ വന്നതാന്നോ? എല്ലാരും ജീവനോടുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. ഓ, ജീവനോടുണ്ടെന്ന് അറിഞ്ഞിട്ട് നിനക്ക് സഹിക്കുന്നില്ലായിരിക്കും. എന്നതാണേലും നീ ചെയ്ത് ഇത്തിരി കടുമട്ടായി പോയി കൊച്ചേ. വീട്ടിൽ പോയച്ച് വരാമെന്നും പറഞ്ഞ് പോയ നീ പിന്നെ വക്കീൽ നോട്ടീസ് അയച്ചത് ദൈവത്തിന് നിരക്കാത്ത ചെയ്ത്തായി പോയി. എന്നതാ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിൽക്കും. അയ്യോടി, അങ്ങനെ വലിയ ഔദാര്യമൊന്നും നീ എന്നോട് ചെയ്യണ്ട. ഞാൻ പറയുന്നതേ എന്റെ ദണ്ണം കൊണ്ടാ. സാധാരണ വീട്ടിലുള്ളവരെ സ്വരമയോടെ നിർത്താൻ ശ്രമിക്കേണ്ടതേ വീട്ടിൽ വന്ന് കയറിയ പെണ്ണുങ്ങളുടെ മിടുക്ക. നീ അങ്ങനെയാണോ ചെയ്തത്? കയ്യിലിരിപ്പ് കാരണം കെട്ടിയവന്റെ പൊറുതി പെരുവഴിയിലായി. അവന്റെ അമ്മച്ചിയുടെ കാര്യമാണ് ഈ പറയുകയും വേണ്ട. ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചാടി നടന്നുകൊണ്ടിരുന്ന പാവമാ. ഇപ്പൊ ദേ തടി തകർന്ന് അകത്ത് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. ഡെയ്സി ആന്റിക്ക് എന്താ പറ്റിയത്? ഇതിൽ കൂടുതൽ എന്നാ പറ്റാനാ? നാണക്കേട് കാരണം അവക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായിട്ടുണ്ട്. ആന്റിക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഹോ, എന്ന് വെച്ചാ ബാക്കിയുള്ളവരാ അത് ചെയ്തതെന്ന്. നീ ജോക്കുട്ടിനെ ഉദ്ദേശിച്ച അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. എടി കൊച്ചേ, ആമ്പിള്ളേരാവുമ്പോ ഇങ്ങനെ ചില കയ്യബദ്ധങ്ങളൊക്കെ പറ്റുന്നതേ ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ല. അതൊക്കെ പൊത്തും മുള്ളും അറിയാതെ കൈകാര്യം ചെയ്യേണ്ടത് പെണ്ണുങ്ങളുടെ മിടുക്ക. അല്ലാതെ കെട്ടിയവനെ കയറൂരി വിട്ടിട്ട് കണ്ടവർക്കൊപ്പം തെണ്ടി നടന്നാലേ ഇതുപോലൊക്കെ സംഭവിച്ചെന്നിരിക്കും. പിന്നെ കേസും കൂടുതലായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അല്ല, ജോക്കുട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ ചെയ്തത് മര്യാദയാണെന്നാണോ നിന്റെ വിചാരം? ആണാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തിയുടെ തോളെ തൂങ്ങി നടക്കുന്നത് കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർക്ക് ചേർന്ന പണിയാണോ ഓടി?